സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ മൊഡ്യൂൾ 5 അവസാനത്തെ ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. സോ ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ ആദ്യം എഡ്ജ് ഡിറ്റക്ഷൻ. അപ്പം എഡ്ജ് ഡിറ്റക്ഷനെ പറ്റി പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് എഡ്ജ് എന്ന് മനസ്സിലാക്കണം. അതായത് ഞാൻ ഇപ്പോൾ ഡ്രോ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ഒരു 1D അറേ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ബ്ലാക്കാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്ക്, ഇവിടെ ബ്ലാക്ക്. സോ ഈ എഡ്ജ് എന്ന് പറഞ്ഞാൽ വിച്ച് സെപ്പറേറ്റ്സ് ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഓക്കെ, അതായത് നമുക്ക് നോക്കാം. ദാറ്റ് സഡൻ ചേഞ്ചസ് ഓർ ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻ ആൻ ഇമേജ്. ഞാൻ ഇപ്പം ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്ക് വന്നിടത്ത് ഒരു ലൈൻ ഇടയ്ക്കുണ്ടായിരുന്നില്ലേ. സോ അതാണ് പെട്ടെന്ന് നമ്മൾ ആ ബ്ലാക്കിനെ നമുക്ക് വൈറ്റാക്കി മാറ്റും. സോ സഡൻ ചേഞ്ചസ് ഓർ ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻ ആൻ ഇമേജ് ആർ കോൾഡ് എഡ്ജസ്. സോ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്നത് വേറൊരു ഇതായിരിക്കും. അപ്പോൾ സഡൻ ചേഞ്ചസ് ഓർ ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻ ആൻ ഇമേജ്. ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇഫ് ദർ ഇസ് എ സഡൻ ചേഞ്ച് ഓർ ഡിസ്കണ്ടിന്യൂറ്റീസ്, എന്തിനും ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് പോകുകയാണെങ്കിൽ സഡൻ ചേഞ്ച് വരികയാണ് നമ്മുടെ ഇമേജെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എഡ്ജസ്. സോ എഡ്ജസ് ഇസ് എ സഡൻ ചേഞ്ച് ഓർ ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻ ആൻ ഇമേജ്. സിഗ്നിഫിക്കൻറ്റ് ട്രാൻസിഷൻസ് ഇൻ എ ഇമേജ് ആർ ഓൾസോ കോൾഡ് ആസ് എഡ്ജസ്. അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻസ്, ഒരു ഇമേജിലുണ്ടാകുന്ന ട്രാൻസിഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രാൻസിഷനെ വിളിക്കുന്ന പേര് എഡ്ജസ് ആണ്. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ട്രാൻസിഷൻ, സിഗ്നിഫിക്കൻറ്റ് ട്രാൻസിഷൻസ് ആർ ഓൾസോ കോൾഡ് ആസ് in an image is also called as edges. Edges are significant local change of intensity of an image. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ബ്ലാക്ക് കാണിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു വൈറ്റിലേക്ക് മാറിയില്ലേ. സോ ഇറ്റ്സ് എ ചേഞ്ച് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് എൻ ഇമേജ്. സോ എഡ്ജസ് ആർ ദ significant local changes of intensities in an image. That is a local change of intensities in an image. ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ആ ഇമേജിൽ ഉണ്ടാകുന്ന ലോക്കൽ ചേഞ്ച് ഓഫ് ഇൻറ്റൻസിറ്റീസ്. സോ അപ്പം എഡ്ജസ് ആർ ദ സിഗ്നിഫിക്കൻറ്റ് ലോക്കൽ ചേഞ്ച് ഓഫ് ഇൻറ്റൻസിറ്റീസ്. അതായത് ചേഞ്ച് ഓഫ് ഇൻറ്റൻസിറ്റീസിനെ കാണിക്കുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് വൈറ്റ്. അപ്പം it is a significant local change of intensities in an image. So it is a sudden change or discontinuities in an image and local change of intensities in the image ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസിഷൻസ് ഇൻ ആൻ ഇമേജ്, അതായത് ട്രാൻസിഷൻസ്, ഒരു ഇമേജിലുണ്ടാകുന്ന ട്രാൻസിഷൻസ്. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി എഡ്ജ് ടൈപ്സിനെ പറ്റി പഠിക്കാം. നമുക്കൊരു സ്റ്റെപ്പ് എഡ്ജ് ഉണ്ട്, റാമ്പ് എഡ്ജ് ഉണ്ട്, റിഡ്ജ് ഉണ്ട്, റൂഫുണ്ട്. സോ റൂഫുണ്ട്, റിഡ്ജുണ്ട്. ഓക്കെ, റൂഫ് എന്ന് പറയുമ്പോൾ ഒരു റൂഫ് പോലെ ഇരിക്കും. റിഡ്ജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആ ഫിഗർ കാണുന്നുണ്ടല്ലോ. റാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു സ്റ്റെപ്പ് പോലെ, സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസിലുള്ളത് ഗ്രേഡിയൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്ജ് ഡിറ്റക്ഷനെ പറ്റിയിട്ടാണ്. അപ്പം അത് നമ്മൾ ഗ്രേഡിയൻ്റായിട്ട് നമ്മൾ എഡ്ജിനെ ഡിറ്റക്റ്റ് ചെയ്യാണ്. ബെസ്റ്റ് യൂസ് ഫോർ അബ്രപ്റ്റ് ഡിസ്കണ്ടിന്യൂറ്റീസ്. അപ്പം നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റീസിനൊക്കെ നമുക്ക് കാണാൻ കഴിയും. പെർഫോം ബെറ്റർ ഇൻ ലെസ് നോയ്സ്ഡ് ഇമേജ്. അപ്പം ഇത് പെർഫോം ചെയ്യുന്നത് എപ്പോഴും നോയ്സ് കുറവായിട്ടുള്ള ഇമേജിലായിരിക്കും ഇത് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നത്. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഗ്രേഡിയൻറ്റ് ഇസ് ദ സ്ട്രെങ്ത് ഓഫ് ദി എഡ്ജ്. ഓക്കെ, അപ്പം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഓഫ് ദ എഡ്ജ് ഡയറക്ഷൻ. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഓഫ് ദി എഡ്ജ് ഡയറക്ഷനാണ്. ഡയറക്ഷൻ തന്നെ ഓപ്പോസിറ്റ് ഓഫ് ദി എഡ്ജ് ഡയറക്ഷനാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഗ്രേഡിയൻറ്റ് എന്ന് വെച്ചാൽ സ്ട്രെങ്ത് ഓഫ് ദി എഡ്ജാണ്, സ്ട്രെങ്ത് ഓഫ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ദി എഡ്ജാണ്. ഓക്കെ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഓഫ് ദി എഡ്ജ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഗ്രേഡിയൻറ്റ്, സ്ട്രെങ്ത് ഓഫ് ദി എഡ്ജ്. ഓക്കെ, പെർഫോം ബെറ്റർ ഇൻ ലെസ് നോയ്സ്ഡ് ഇമേജ്. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറയാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബെസ്റ്റ് യൂസ് ഫോർ അബ്രപ്റ്റ് ഡിസ്കണ്ടിന്യൂസ്, പെട്ടെന്നുള്ള ഡിസ്കണ്ടിന്യൂസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇവിടെ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലെസ് നോയ്സ് ആയിട്ടുള്ള ഇമേജസിൽ. ആൻഡ് ഇവിടെ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദി എഡ്ജാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദി എഡ്ജാണ്. ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഓപ്പോസിറ്റ് ഓഫ് ദി എഡ്ജ് ഡയറക്ഷനാണ്. ഓക്കെ, ആൻഡ് ഇവിടെ എന്ന് വെച്ചാൽ GX ഉണ്ട്, GY ഉണ്ട്. ഓക്കെ,
രണ്ട് നമ്മൾ കേർണൽസാണ് നമ്മൾ പഠിക്കും. ഓക്കെ, ജി എക്സ് സ്ക്വയർ പ്ലസ് ജി വൈ സ്ക്വയറിൻ്റെ ഒരു ഹോൾ റൂട്ടാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി. ഓക്കെ, ജി എക്സ് സ്ക്വയർ പ്ലസ് ജി വൈ സ്ക്വയറിൻ്റെ ഹോൾ റൂട്ടാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് മോഡുലസ് ഓഫ് ജി എക്സ് പ്ലസ് ജി വൈ എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ടാൻ ഇൻവേഴ്സ് ജി വൈ ബൈ ജി എക്സ്. ഇനി നമുക്ക് 3 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പ്രിവിറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, സോബൽ ഓപ്പറേറ്റർ ഉണ്ട്, റോബർട്ട്സ് ഓപ്പറേറ്റർ ഉണ്ട്. റോബർട്ട്സ് ഓപ്പറേറ്റർ ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് പക്ഷേ സിലബസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. പ്രിവിറ്റ് ആൻഡ് സോബൽ അത് സിലബസിലുണ്ട്. ഓക്കെ, എഡ്ജ് ഡിറ്റക്ഷൻ ആൻഡ് ഇമേജ് പ്രോസസ്സിങ് ടെക്നിക്കാണ്. ഒരു ഇമേജിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഫോർ ഫൈൻഡിങ് ദ ബൗണ്ടറീസ് ഓഫ് ഒബ്ജക്ട്സ് വിത്തിൻ ദി ഇമേജസ്. ഇമേജസിൻ്റെ അകത്തുള്ള ഒബ്ജക്ട്സിൻ്റെ ബൗണ്ടറീസ് മനസ്സിലാക്കാനായിട്ട്. ഇപ്പം നോക്കി, ഇമേജിനാണെങ്കിൽ അതായത് അതിൻ്റെ അകത്തുള്ള ഒബ്ജക്ട്സിൻ്റെ ബൗണ്ടറീസ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്തല്ലേ എഡ്ജസ്. സോ അതാണ് ഇവിടെ പറയുന്നത്. An image processing technique for finding the boundaries of objects within the image. Okay, it works by detecting the discontinuities in brightness. അപ്പം ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദ ബ്രൈറ്റ്നസ്സിലുണ്ടാവുന്ന ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് ചില സ്ഥലത്ത് കൂടും, ചില സ്ഥലത്ത് ഇല്ലായിരിക്കും. അപ്പം അങ്ങനെ ആ ഒരു ഡിറ്റക്റ്റിംഗ് ദ ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻ ദ ബ്രൈറ്റ്നസ്. സോ ബ്രൈറ്റ്നസ്സിലുണ്ടാകുന്ന, അതായത് വെളിച്ചം കുറവും വെളിച്ചം കൂടുതലും അങ്ങനെ വെച്ച് ബ്രൈറ്റ്നസ്സിലുണ്ടാകുന്ന ഡിസ്കണ്ടിന്യൂറ്റീസ് ഡിറ്റക്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക് ഫോർ ഫൈൻഡിങ് ദ ബൗണ്ടറീസ് വിത്തിൻ ദ ഓഫ് ദ ഒബ്ജക്ട്സ് വിത്തിൻ ദ ഇമേജ്. Used for image segmentation and data extraction in areas like image processing, computer vision. Image processing, computer visionലൊക്കെ നമുക്ക് ഇമേജിനെ സെഗ്മെൻറ്റ് ചെയ്തിട്ട് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇമേജിനെ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇമേജ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ഡേറ്റ എക്സ്ട്രാക്ഷൻ. നമുക്ക് ഇമേജിനെ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യാനും പറ്റും ആൻഡ് അവിടുന്ന് ഡേറ്റ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനും in areas like image processing, computer vision, etc. Generally, edges are of 3 types, that is horizontal edges, vertical edges and diagonal edges. Okay, so it is used for image segmentation and data extraction in areas like image processing and computer vision. Okay, so edge detection and an image processing technique for finding the boundaries of the image within the boundaries of objects within the image. Okay, അപ്പം ഞാൻ പറഞ്ഞു ഇമേജ് സെഗ്മെൻറ്റേഷനും ഡേറ്റ എക്സ്ട്രാക്ഷനും നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഫോർ കമ്പ്യൂട്ടർ വിഷൻ ആൻഡ് image processing. Generally, edges are of 3 types, that is horizontal edges ഉണ്ട്, vertical edges ഉണ്ട് and diagonal edges ഉണ്ട്. So റോബോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡയഗണൽ എഡ്ജസിനെ ചെയ്യാനും, പ്രിവിറ്റും സോബലിനും ഡയഗണൽ പറ്റത്തില്ല, അവർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലാണ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സോ ഓൾ ദീസ് മാസ്ക്, അപ്പം ഈ പ്രിവിറ്റ് ഓപ്പറേറ്റർ, സോബൽ ഓപ്പറേറ്റർ, റോബോട്ട്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മാസ്കാണ്. കാണിച്ചു തരാം. ഇതാണ് മാസ്ക്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മാസ്ക്. സോ ദേ ആർ ലൈക്ക് മാസ്ക്. ഓക്കെ, പഠിക്കാവുന്ന ഓൾ ദീസ് മാസ്ക് ഫൈൻഡ് എഡ്ജസ് ഫൈൻഡ് ചെയ്ത് തരും. സം ഫൈൻഡ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലി, സം ഫൈൻഡ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി ആൻഡ് സം ഫൈൻഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. സം ഫൈൻഡ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലി, ചിലത് ഹൊറിസോണ്ടൽ വെർട്ടിക്കലി ഫൈൻഡ് ചെയ്യും, ചിലത് ഇൻ വൺ ഡയറക്ഷൻ, ചിലത് ഇൻ ഓൾ ഡയറക്ഷൻ. എഡ്ജ് ഡിറ്റക്ഷൻ, ഗ്രേഡിയൻ ബേസ്ഡ് എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എഡ്ജ് ഡിറ്റക്ഷനാണ്. അപ്പം തലേക്കൊന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതായത് പ്രീവിറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ് ഫോർ ഡിറ്റക്റ്റിംഗ് ദ എഡ്ജസ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ടുള്ള എഡ്ജസ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രീവിറ്റ് ഓപ്പറേറ്റർ, ഓർത്തിരിക്കുക. സോബൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എക്സാക്ട്ലി ലൈക്ക് പ്രിവിറ്റ് ഓപ്പറേറ്റർ ആണ്. ഇറ്റ് ഈസ് വെരി സിമിലർ ടു പ്രിവിറ്റ് ഓപ്പറേറ്റർ. ഇറ്റ്സ് ഓൾസോ എ ഡെറിവേറ്റീവ് മാസ്ക് വിച്ച് കാൽക്കുലേറ്റ്സ് എഡ്ജസ് ഇൻ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള എഡ്ജസിനെ കാൽക്കുലേറ്റ് ചെയ്യും. Okay, so it's exactly like the Prewitt operator. It is a derivative mask for calculating the edges in horizontal and vertical direction. Roberts operator എന്ന് വെച്ചാൽ this method is based on the difference between the adjacent pixels. അതായത് അടുത്തടുത്തുള്ള പിക്സൽസിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ നടക്കുന്നത്. This method is based on differences between the adjacent pixels. Here +1 and -1 are explicitly used to find the edges, and difference is called
forward edges. Okay. Edges കണ്ടുപിടിക്കാനാണ് here +1 and -1 explicitly used to find the edges, and difference is called forward differences. Okay. അപ്പം ദിസ് മെത്തേഡ് ഇസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് പിക്സൽസ്. അഡ്ജസൻ്റ് ആയിട്ടുള്ള പിക്സൽസും തമ്മിലുള്ള ഡിഫറൻസസ് കണ്ടുപിടിക്കാനാണ്. ഹിയർ +1 and -1 ആർ എക്സ്പ്ലിസിറ്റ്ലി യൂസ് ടു ഫൈൻഡ് ദി എഡ്ജസ്. ഇവിടെ നമ്മൾ +1ഉം -1ഉം നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും ടു ഫൈൻഡ് ദി എഡ്ജസ്. So here we are using differences between the adjacent pixels. Okay, and explicitly used to find the edges, and the difference is called forward differences. ഇവിടെ ഡിഫറൻസിനെ വിളിക്കുന്നതാണ് forward differences, and we use +1 and -1 explicitly. And this method is based on difference between the adjacent pixels. ഓക്കെ, അപ്പം നമ്മൾ പ്രീവിയറ്റ് ഓപ്പറേറ്ററിനെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ റോബർട്ട്സ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, ഡിഫറൻസസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് പിക്സൽസ്. അഡ്ജസൻറ്റ് പിക്സൽസിനെ പറ്റിയുള്ള ഡിഫറൻസസ് ആണ്. ആൻഡ് സോ ഇറ്റ്സ് ലൈക്ക് എ ഫോർവേഡ് ഡിഫറൻസ്. ആൻഡ് ഇവിടെ നമ്മൾ +1 -1 ആർ എക്സ്പ്ലിസിറ്റ്ലി യൂസ് ടു ഫൈൻഡ് ദി എഡ്ജസ്. ഓക്കെ, ഇനി എഡ്ജ് ഡിറ്റക്ഷനിൽ പ്രീവിയറ്റ് ഓപ്പറേറ്ററാണ് നമ്മൾ അത് നോക്കുന്നത്. ഇറ്റ് ഡിറ്റക്ട്സ് 2 types of edges, that is horizontal edges and vertical edges. ഞാൻ പറഞ്ഞു ഇവിടെ horizontal edgesഉം vertical edgesഉം ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, സോ edges are calculated by using difference between the corresponding pixel intensities of an image. അപ്പം എഡ്ജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് the difference between the corresponding pixel entities of an image. ഓക്കെ, ഒന്നുകൂടെ പറയാം കേട്ടോ. പ്രീവിയറ്റ് ഓപ്പറേറ്റർ നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ഇറ്റ് ഡിറ്റക്ട്സ് ദ 2 types of edges, that is the horizontal and vertical edges I have told. So edges are calculated by the difference between the adjacent difference between the corresponding pixel intensities of an image. ഒരു ഇമേജ് തരുവാണെങ്കിൽ കറസ്പോണ്ടിങ് പിക്സൽ ഇൻറ്റൻസിറ്റീസിൻ്റെ ഡിഫറൻസ് ആണ്. സോ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്സൽ ഇൻറ്റൻസിറ്റീസ്. സോ ചേഞ്ച് ഇൻ ദ ഇമേജ് ക്യാൻ ഓൺലി ബി കാൽക്കുലേറ്റഡ് യൂസിങ് ഡിഫറൻസിയേഷൻ. അപ്പം ഒരു ഇമേജിലുള്ള ചേഞ്ചസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂസിങ് ഡിഫറൻസിയേഷൻ ആണ്. സോ ദീസ് ഓപ്പറേറ്റേഴ്സ് ആർ ഓൾസോ കോൾഡ് ഡെറിവേറ്റീവ് ഓപ്പറേറ്റേഴ്സ് ഓർ ഡെറിവേറ്റീവ് മാസ്ക്. ചേഞ്ചസ് ഇൻ ദ ഇമേജ്, ഒരു ഇമേജിലുള്ള ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് സഡൻ ചേഞ്ചൊക്കെ ഇല്ലേ, അതല്ലേ എഡ്ജ്. സോ ആ ചേഞ്ചസ് ഇൻ ദ ഇമേജ് നമ്മളിവിടെ കണ്ടെത്തുന്നത് യൂസിങ് ഡിഫറൻസിയേഷൻ വഴിയിട്ടാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡെറിവേറ്റീവ് ഓപ്പറേറ്റേഴ്സ് ഓർ ഡെറിവേറ്റീവ് മാസ്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സോ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് പിക്സൽസ് ഓഫ് പിക്സൽ ഇൻറ്റൻസിറ്റീസ് ഓഫ് എൻ ഇമേജ്. ഒരു പിക്സൽ ഇൻറ്റൻസിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ ആ കറസ്പോണ്ടിങ് പിക്സൽ ഇൻറ്റൻസിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എഡ്ജസ് എന്ന് പറയുന്നത്. ഓൾ ഡെറിവേറ്റീവ് മാസ് ഷുഡ് ഹാവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. Okay, so it's a difference between the corresponding pixel intensities of an image. സോ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഡെറിവേറ്റീവ് മാസ്കിൽ ഇന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു മാസ്ക് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈന് ഓപ്പോസിറ്റ് സൈൻസ് ആണ്. സോ ഓപ്പോസിറ്റ് സൈൻസ് ഷുഡ് ബി പ്രസൻറ്റ് ഇൻ ദ മാസ്ക്, ആൻഡ് സം ഓഫ് ഓൾ ദിസ് വുഡ് ബി 0. ഓക്കെ, സം ഓഫ് ദ മാസ്ക് ഷുഡ് ബി 0. ആൻഡ് മോർ വെയ്റ്റ് മീൻസ് മോർ എഡ്ജ് ഡിറ്റക്ഷൻ. ഒത്തിരി വെയ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി എഡ്ജ് ഡിറ്റക്ഷൻ ഉണ്ടെന്നാണ് അർത്ഥം. Private operator provides us 2 masks, one for detecting edges in horizontal direction and another for detecting edges in vertical direction. ഇത് കണ്ടോ, horizontal, vertical. Okay, one for detecting the edges in horizontal direction and one other for detecting the edges in the vertical direction. Okay, so private operator gives us 2 masks, one for detecting the edges in horizontal direction, one for detecting the edges in vertical direction. അപ്പം അതിനെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വെൻ യു വിൽ കൺവോൾവ് ദിസ് മാസ്ക് ഓൺ എൻ ഇമേജ്. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് GXഉം GYയും നമ്മൾ സ്ക്വയർ ചെയ്ത് ചെയ്യാനുള്ള കാര്യം അറിയാമല്ലോ. അത് ഇവിടെ പഠിച്ചു കണ്ടോ. അത് നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് അവസാനം G എന്ന് പറഞ്ഞൊരു മാസ്ക് കിട്ടും, മെട്രിക്സ് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പം പ്രീവിയറ്റ് ഓപ്പറേറ്റർ പ്രൊവൈഡ്സ് എസ് 2 മാസ്ക്, അത് പറഞ്ഞു, വൺ ഹൊറിസോണ്ടൽ ആൻഡ് വൺ ഫോർ വെർട്ടിക്കൽ ഡയറക്ഷൻ, ഫോർ ഡിറ്റക്ടിങ് എഡ്ജസ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻസ്. സോ ഇവിടെ നമ്മൾ എഡ്ജ് ഡിറ്റക്ഷൻ നോക്കുമ്പോൾ പ്രീവിയറ്റ് ഓപ്പറേറ്ററാണ് നോക്കുന്നത്. വെൻ യു കൺവോൾവ് ദിസ് മാസ്ക് ഓൺ എൻ ഇമേജ് ഇറ്റ് വിൽ ഗിവ് യു വെർട്ടിക്കൽ എഡ്ജസ് ഇൻ ആൻ ഇമേജ്. നമ്മൾ ഈ ഒരു മാസ്ക് നമ്മൾ കൺവോൾവ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഇത് പിക്സൽ നമ്മൾ കൺവോൾവ് ചെയ്യാൻ നേരം it will give you vertical edge. കാരണം വെർട്ടിക്കലിന് അവിടെയാണ് 0 ഇരിക്കുന്നത്. വെൻ വി അപ്ലൈ ദിസ് മാസ്ക് ഓൺ ആൻ ഇമേജ് it prominent vertical edges. Okay, it simply works like first order derivative and calculates the difference between the pixels intensities in an edge region. As the center column is of 0, ഇവിടെ നമ്മുടെ center column 0 ആണ്. So it does not include the original values of an image, but rather it calculates, ഇവിടെ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഒറിജിനൽ വാല്യൂസ് ഓഫ് എൻ ഇമേജ്. ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ വാല്യൂസ് ഇൻക്ലൂഡ് ആവത്തില്ല, റാദർ ഒറിജിനൽ വാല്യൂസ് അതിനകത്ത് കാണത്തില്ല. ഓക്കെ, മനസ്സിലായോ?
ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ അതിന് ഒറിജിനൽ വാല്യൂസ് കാണത്തില്ല. റാദർ വി കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ് പിക്സൽസ് അറൗണ്ട് ദ എഡ്ജ്. ദ ഇൻക്രീസ് the edge intensity and becomes enhanced compared to the original image. എഡ്ജിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ആകുമ്പം ഇറ്റ് ബിക്കം എൻഹാൻസ്ഡ് കമ്പാരിറ്റീവ്ലി ടു ദ ഒറിജിനൽ ഇമേജ്. ശരിക്കുള്ള ഇമേജിനെക്കാട്ടിലും നമ്മുടെ ദിസ് ഇൻക്രീസ് ദ എഡ്ജ് ഇൻറ്റൻസിറ്റി ആൻഡ് ബിക്കം എൻഹാൻസ്ഡ് കമ്പാരിറ്റീവ് ടു ഒറിജിനൽ ഇമേജ്. ഒറിജിനൽ ഇമേജിനെക്കാട്ടും എൻഹാൻസ്ഡ് ആയിട്ടിരിക്കും. ഇത് എഡ്ജിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടും. ഓക്കെ. Above mask will find the edges in the vertical direction, and as because the zero columns in the vertical direction, as because the zero columns are in the vertical direction, it finds the vertical edge. Okay, edges in the vertical direction. Okay. Above mask will find the edges in the horizontal direction. ഇത് എടുത്തിട്ട് ഇപ്പം -1 -0 ഇതിനെടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടാക്കി. അപ്പം -1 -1 -1 0 0 0 1 1 1 അല്ലേ. സോ above mask will find the edges in the horizontal direction because the columns of 0 is in the horizontal direction. When you will convolve this mask on an image, ഇനി ഇമേജിലേക്ക് നമ്മൾ കൺവോൾവ് ചെയ്യുമ്പം ഒരു പ്രൊമിനൻറ്റ് ഹൊറിസോണ്ടൽ എഡ്ജസ് ഇൻ ദ ഇമേജിനകത്തുള്ള ഹൊറിസോണ്ടൽ എഡ്ജസ് നമുക്ക് തരും. So when we convolve this mask into an image, we will get the horizontal edges of that image. As the center row of the mask consists of zeros, it does not include the original values of edge in the image. ഇവിടെ ഒറിജിനൽ വാല്യൂ ഓഫ് എഡ്ജ് ആയിരിക്കത്തില്ല ഇമേജിലുള്ളത്, ബട്ട് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എബവ് ആൻഡ് ദ ബിലോ പിക്സൽ ഇൻറ്റൻസിറ്റീസ് ഓഫ് ദ പെർട്ടിക്കുലർ എഡ്ജ്. ഓക്കെ. അപ്പം ദസ് ഇൻക്രീസിങ് ദ സഡൻ ചേഞ്ച് ഓഫ് ഇൻറ്റൻസിറ്റീസ്. അപ്പം ഇൻറ്റൻസിറ്റീസിലുണ്ടാകുന്ന ചേഞ്ചസ് ഇൻക്രീസ് ആക്കിയിട്ട് മേക്കിംഗ് ദ എഡ്ജ് വിസിബിൾ. ഓക്കെ. In the picture on which we apply vertical mask, all the vertical edges are more visible than the original image. Okay. Vertical mask ചെയ്യാൻ നേരത്ത് vertical edges are more visible, and when we apply the horizontal mask, horizontal edges are more visible. Similarly, so in this way we can detect both the horizontal and vertical edges of a image. Applying the vertical index കണ്ടോ, applying the horizontal index കണ്ടോ. ഇനി നമ്മൾ സോബൽ ഓപ്പറേറ്ററിനെ പറ്റിയാണ് പഠിക്കുന്നത്. Moving on to Sobel operator, it is very similar to the Privet operator. It also detects two types of edge, that is the horizontal edge and the vertical edge. Edges are calculated by using difference between the corresponding pixel intensities of an image. ഒരു ഇമേജിലുള്ള കറസ്പോണ്ടിങ് ആയിട്ട് പിക്സൽ ഇൻറ്റൻസിറ്റി നമ്മൾ ഡിഫറൻസ് ആണ് നമ്മൾ എഡ്ജിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ അതുപോലെ തന്നെയാണ്. മേജർ ഡിഫറൻസ് ഇൻ ദ സോബൽ ഓപ്പറേറ്റർ ഇസ് ദ കോഎഫിഷ്യൻസ് ഓഫ് ദ മാസ്ക് ആർ നോട്ട് ഫിക്സഡ്. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് കോഎഫിഷ്യൻസ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. ഓക്കെ. -1 -2 -1 0 0 0 1 2 1 ഇത് വേർട്ടിക്കലാണ്. നമ്മൾ തിരിച്ചിടുമ്പം -1 -2 -1 0 0 0 1 2 1. സോ ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ്. ദ കോഎഫിഷ്യൻസ് ഓഫ് ദ മാസ്ക് ആർ നോട്ട് ഫിക്സ്ഡ്. ദേ ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു എ റിക്വയർമെൻറ്റ് അൺലെസ് ദേ ഡു നോട്ട് വയലേറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് ഡെറിവേറ്റീവ് മാസ്ക്. ഡെറിവേറ്റീവ് കാരണം ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഡെറിവേറ്റീവ് മാസ്ക് എന്ന് പറയുന്നത്? ബിക്കോസ് ചേഞ്ചസ് ഇൻ ആൻ ഇമേജ് ക്യാൻ ഓൺലി ബി കാൽക്കുലേറ്റഡ് വിത്ത് യൂസിങ് ഡിഫറൻസിയേഷൻ. ചേഞ്ചസ് ഇൻ ആൻ ഇമേജ്. ഓക്കെ. ഇവിടെ നോക്കാം. ഇവിടെ ഓക്കെ. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് it detects two types of edges, that is horizontal edge and vertical edges. Edges are calculated by difference in corresponding pixel intensities of an image. The major difference in the Sobel operator, the coefficient of mask are not fixed and they can be adjusted. അതായത് നമുക്ക് ഏറ്റവും ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ കോഎഫിഷ്യൻസ് ഫിക്സ്ഡ് അല്ല. ആൻഡ് പ്രൊവൈഡ്സ് us two types of mask, one for detecting the edges in the horizontal direction and another for detecting the edges in the vertical direction. Okay, the mask works exactly same as the Privet operational vertical mask. So ഇവിടെ ഉള്ള ഡിഫറൻസ് ഇരിക്കുന്നത് 2 -2 മറ്റേ ഇവിടെ -1 -1 -1 അതിൻ്റെ -1 -2 വന്നിട്ടുണ്ട്. ദിസ് ഗിവ് മോർ വെയിറ്റേജ് ദ പിക്സൽ വാല്യൂസ് അറൗണ്ട് ദി എഡ്ജ് റീജിയൻ. അപ്പം എഡ്ജ് റീജിയനിലുള്ള അവിടെ കുറച്ചുകൂടെ ഒരു വെയിറ്റേജ് നമ്മൾ കൂടുതൽ കൊടുത്തു. ദിസ് ഇൻക്രീസ് ദ എഡ്ജ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇറ്റ് ബിക്കം എൻഹാൻസ് കമ്പയർഡ് ടു ദി ഒറിജിനൽ ഇമേജ്. അങ്ങനെ എഡ്ജിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യപ്പെടും, കാരണം മോർ വെയിറ്റേജ് ദ പിക്സൽ വാല്യൂസ് അറൗണ്ട് ദ എഡ്ജ് റീജിയൻ്റെ അവിടെ മോർ പിക്സൽ വാല്യൂസ്, വെയിറ്റേജ് ടു ദ പിക്സൽ വാല്യൂസ് അറൗണ്ട് ദ എഡ്ജ് റീജിയൻ. They increase the edge intensity and it becomes enhanced comparatively to the original image. When applied on an image, this mask will highlight the vertical edges. അപ്പം ഇത് നമ്മൾ ഒരു ഇമേജിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വെർട്ടിക്കൽ എഡ്ജസ് പ്രൊവൈഡ് ചെയ്യും.
It simply works like as first order derivative and calculates difference of the pixel intensity in the edge region. So ഇവിടെ എന്ന് വെച്ചാൽ simply work like a first order derivative ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. It calculates the difference of pixel intensities in an edge region. അപ്പോൾ പിക്സൽ ഇൻറ്റൻസിറ്റി നമ്മൾ ഉള്ള ഡിഫറൻസ് ആണ്, എന്നാലേ നമുക്ക് ഇമേജ് എഡ്ജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. So more weightage is given to the edge region. So increase in the edge intensity becomes enhanced. Increase the edge intensity. Okay. As the center column is of 0, so it does not include the original values of an image. As the center column is of 0 center column 0 ആയതുകൊണ്ട് it does not include the original value of an image, but rather it calculates the difference of the right and left pixel values around that edge. ആ എഡ്ജിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള റൈറ്റും ലെഫ്റ്റും പിക്സൽ വാല്യൂസിന് ഡിഫറൻസ് ആണ് എടുക്കുന്നത് rather than the original values of the image. ഓക്കെ. ഇനി അടുത്ത എഡ്ജ് ഡിറ്റക്ഷൻ സോബൽ ഓപ്പറേറ്റർ തന്നെ above mask will find edges in the horizontal direction. It is because the zeros column in the horizontal direction. On convolving this mask in an image, it will give the prominent horizontal edges in the image. സോ ഇവിടെ നമ്മൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ -2ഉം 2ഉം നമ്മൾ മേലും താഴെയായിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ആസ് എ സെൻറ്റർ എലമെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് റോ. സോ ഇവിടെ നമ്മൾ വെയിറ്റേജ് ഓഫ് ദ പിക്സൽസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. ആസ് എ സെൻറ്റർ ഓഫ് ദ മാസ്ക് കൺസിസ്റ്റ് ഓഫ് 0, ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ദ ഒറിജിനൽ വാല്യൂസ് ഓഫ് ദി എഡ്ജ് ഇൻ ദ ഇമേജ്, ബട്ട് റാദർ ഇറ്റ് കാൽക്കുലേറ്റ്സ് ഡിഫറൻസ് ഓഫ് ദി എബവ് ആൻഡ് ദി ബിലോ. അപ്പം നടുക്ക് 0 ആയതുകൊണ്ട് അത് ഒറിജിനൽ വാല്യൂ ഓഫ് ദ എഡ്ജ് ആയിരിക്കത്തില്ല. It does not include the original value of the edge, but it includes the difference between the above and the below part of the pixel intensity of the particular edge. Also, if you compare the result of the Sobel operator with the Privet operator, you will find that Sobel operator finds more edges or make edges more visible. So Sobel operator ആണെങ്കിൽ എഡ്ജസിനെ എടുക്കും. നോക്കാം, the Sobel operator finds more edges or make edges more visible as compared to the Privet operator, as more weight has been added to the pixel intensity around the edges. എഡ്ജസിൻ്റെ അറൗണ്ട് ആയിട്ട് ഇറ്റ് ഈസ് ഗിവൻ മോർ പിക്സൽ ഇൻറ്റൻസിറ്റീസ് വെൻ കമ്പയർഡ് ടു പ്രിവിറ്റ് ഓപ്പറേറ്റർ. ഇവിടെ -2 അല്ലേ കൊടുത്തേക്കുന്നത്, -2 അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ദർ ആർ നോ ഫിക്സ്ഡ് കോഎഫിഷ്യൻസ് ഇൻ ദ സോബൽ ഓപ്പറേറ്റർ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2ന് പകരം -5ഉം 5ഉം കൊടുക്കാം. സോ ഇറ്റ്സ് അനദർ വെയ്റ്റഡ് ഓപ്പറേറ്റർ. ദിസ് വിൽ ഗിവ് മോർ എഡ്ജസ് ആസ് കമ്പയർഡ് ടു ദ പ്രീവിയസ് മാസ്ക് because it's allotted more weight. So it finds more edges or make more edges, make the edges more clear, അല്ലെങ്കിൽ find more edges, അല്ലെങ്കിൽ find more edges, അല്ലെങ്കിൽ make more edges clear. Okay, when it is having weighted edges. Okay, ഇനി അടുത്തത് ഈ റോബർട്ട്സ് ക്രോസ് ഓപ്പറേറ്ററിനെ പറ്റി പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. സോ 1 0 0 -1 ഇത് ഓർത്തിരിക്കുക. 0 1 -1 0 ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയാം. സോ ഇവിടെ എന്ന് വെച്ചാൽ ഇറ്റ് ഹൈലൈറ്റ്സ് ദ ചേഞ്ചസ് ഇൻ ഇൻറ്റൻസിറ്റി ഇൻ ഡയഗണൽ ഡയറക്ഷൻസ്. സോ ചേഞ്ചസ് ഇൻ ഇൻറ്റൻസിറ്റി ഇവിടെ ഡയഗണൽ ഡയറക്ഷനിലാണ്. ഇവിടെ നമ്മൾ ഈ ഒരു മാസ്ക് നമ്മൾ കോൺവോൾവ് ചെയ്യും. ഇറ്റ്സ് എ 2x2 മാസ്ക്. 1 മാസ്ക് സിംപ്ലി ഇത് അതർ റൊട്ടേറ്റ് ബൈ 90 degrees അല്ലേ. റൈറ്റിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. Okay, this Roberts cross operator uses diagonal directions to calculate the gradient vector. Okay, ഇവിടെ നമുക്ക് the Roberts cross operator performs a simple and quick to compute edges on an image. As a differential operator, the idea behind the Roberts cross operator is to approximate the gradient of the image through discrete differentiation. So ഇവിടെ എന്ന് വെച്ചാൽ it's used for identifying the diagonal edges. ഓക്കെ, അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ അപ്പം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ കോൺവല്യൂട്ട് ചെയ്യുന്ന ഓർത്തിരിക്കുക. According to Roberts, an edge detector should have the following properties. The produced edge should be well defined. The background should be contribute little noise. Intensity of the edge should be correspond as possible to what human would.